എനിക്ക് കുറേ നമ്മൾ മെമ്മറീസ് ഞാൻ അവിടെ നിന്ന് ആലോചിക്കുകയായിരുന്നു. സിദ്ധു ചേട്ടൻ, ഞാൻ ഫസ്റ്റ് സാറിനെ കാണാൻ വരുമ്പോൾ സിദ്ധു ചേട്ടൻ ജിഷ്ണു ചേട്ടനെ ഇരുത്തി കമൽ സാർ കഥ പറഞ്ഞു കൊടുക്കുകയാണ്. അന്ന് കമൽ സാർ ഇത്രയും ഒരു ലെജൻഡറി ഡയറക്ടറാണ് എന്നുള്ള ഒരു വലിയ ബോധത്തോടെയൊന്നുമല്ല ഞാൻ അന്ന് സാറിനെ കണ്ടിട്ടില്ല. എനിക്ക് ജസ്റ്റ് 15 വയസ്സേ ഉള്ളൂ. അത് കമൽ സാർ ഒരു ഡയറക്ടർ, കമൽ സാർ ഓക്കെ അത്രയേ ഉള്ളൂ. അല്ലാതെ എത്രയും ലെജൻഡറി ഫിലിംസ് ചെയ്തിട്ടുള്ള ഒരു മഹത് വ്യക്തിയുടെ മുമ്പിലാണ് ഞാൻ എത്തുന്നതെന്നുള്ളൊരു ബോധമോ സീരിയസ്നെസ് ഒന്നും എനിക്കുണ്ടായിരുന്നില്ല. മേ ബി അത് തന്നെയായിരിക്കും എനിക്ക് ആ പരിമളം എന്നൊരു ക്യാരക്ടർ സാറിന് ചൂസ് ചെയ്യാനുണ്ടായ പിന്നീട് എടുത്ത് പറഞ്ഞത് വന്നിട്ടുള്ള ആ ഒരു സംസാര രീതി, അല്ലെങ്കിൽ ഒട്ടും സ്ട്രെസ്ഡ് ആയിരുന്നില്ല. എന്തൊക്കെയോ ഞാൻ നിങ്ങളോട് സംസാരിച്ച് ഞാൻ പലപ്പോഴും ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുള്ളതാണ്. സാറിൻ്റെ അടുത്ത് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു രംഗം ഞാൻ സാറിൻ്റെ അടുത്ത് ഒരു മൂവിയുടെ കാര്യത്തിന് വേണ്ടി പോയ പോലെയല്ല. സാർ എന്തോ എൻ്റെ തിരക്കുള്ള ഒരു ദിവസത്തിൽ സാർ എന്നെ കാണാവുന്ന പോലെയായിരുന്നു. എനിക്ക് അങ്ങനത്തെ ഒരു രീതിയിലാണ് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. എനിക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട്, ഡാൻസിന് പോകണം എന്നൊക്കെ പറഞ്ഞു. സാർ പിന്നീട് എടുത്ത് പറഞ്ഞിട്ടുണ്ട് ആ ഒരു